സമയം രാവിലെ 5:55 രാവിലെ ഏകദേശം ഒരു 5:05 അലാം വെച്ച് എഴുന്നേറ്റിട്ട് ഞാനൊന്ന് കണ്ണൂർ ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ആരെയും റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാനോ കൂട്ടാനോ അല്ലെങ്കിൽ ബസ് കയറ്റി വിടാനോ ഒന്നും ആയിരുന്നില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ചായയൊന്നും കുടിക്കാണ്ടാണ് വന്നത്. എന്നിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഒരു വിത്തൗട്ട് കട്ടൻ അങ്ങോട്ട് കുടിച്ച്. അതിനുശേഷം ഞാൻ നേരെ വന്ന കാര്യത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ. ഇന്നലെ അതായത് ജാനുവരി 25 നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ്റെ റിലീസ്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ അങ്ങോട്ട് കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫാൻ ഷോൻ്റെ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 170 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെ പടത്തിന് കയറിയിട്ടുണ്ട്. പടത്തിൻ്റെ ക്ലിപ്പിങ്സോ കാര്യങ്ങളോ എല്ലാം ഷൂട്ട് ചെയ്യുന്നതിനോട് ഞാൻ കംപ്ലീറ്റ്ലി എതിരാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തില്ല. അപ്പോൾ ഒരു 7:55 ആകുമ്പോൾ ഇൻ്റർവെല്ലായത്. ഇൻ്റർവെല്ലിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു ചൂട് മുട്ടപ്പപ്സ് അങ്ങോട്ട് കഴിച്ചിട്ട് വീണ്ടും സിനിമ കാണാൻ കയറിയേ. അങ്ങനെ ഏകദേശം ഒരു 9:25 ആകുമ്പോഴത്തേക്ക് മൂവി കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 3 hours ഉണ്ട് കേട്ടോ ഈ പടം. ഇനി പടം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ ഒന്ന് കയ്യാത്തേ എന്ന് വിചാരിക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പടത്തിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കളർഫുള്ളാണ്, പിന്നെ അടിപൊളി ഫ്രെയിംസുമാണ് കേട്ടോ. പിന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസും ഒരു രക്ഷയില്ല. മൂപ്പരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വളരെ അബദ്ധമാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട വൺ ഓഫ് ദി വേഴ്സ്റ്റ് മൂവി തന്നെ പറയാം. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട്. ഭയങ്കര സ്ലോ മൂവിയാണ്, വലിച്ചിങ്ങനെ നീട്ടുക ചെയ്തിട്ടില്ല. പിന്നെ കുറേ പേർക്ക് ഫൈറ്റ് ഇഷ്ടമായിട്ടെന്ന് പറയുന്നത് എനിക്കും ഫൈറ്റ് കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ കുറേ ഫൈറ്റ്സിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് എന്നിലോട്ട് എന്തായാലും എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മലൈക്കോട്ടെ വാലിബിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാൻ കയറിയേ. ഇടിയപ്പവും വെള്ളയപ്പവും ബാജിക്കറിയും കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മീൻകറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് മത്തിക്കറി പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പൂരിയുണ്ട്, പിന്നെ പുട്ടുണ്ടേ. ഇത് ആ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മത്തി നല്ല ഫ്രഷാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രഷായിട്ട് തോന്നിയില്ല. നമ്മളെ നാടൻ മത്തി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മത്തിക്കറി പുട്ടിൻ്റെ മേലോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് പുട്ട് പതുക്കിയ മത്തിക്കറിയിലോട്ടേക്ക് അങ്ങോട്ട് കുഴച്ച് ചേർത്ത് എന്നിട്ട് ചെറിയൊരു കഷ്ണം മത്തിയും കൂടെ അതിൻ്റെ അകത്ത് വെച്ച് മുള്ളുണ്ടോ നോക്കി. ഇനി മുള്ളുണ്ടെങ്കിൽ എനിക്ക് ഈ മത്തീൻ്റെ മുള്ള എൻ്റെ വേഗം തൊണ്ടക്ക് താങ്ങിപ്പോവും. മുള്ള് ഇല്ലയെന്ന് ഉറപ്പാക്കിയ ശേഷം അത് ആ പുട്ടിനോട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചേ. അതിനിടയിൽ എന്ന് പറഞ്ഞിട്ട് ഊതി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടടിച്ച ചായയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ മത്തിക്കറി അങ്ങോട്ട് തീർന്നു പോയി കേട്ടോ. പൂരി ബാക്കി തരും. അപ്പം പിന്നെ പൂരി അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ പീസ് കറി കൂടെ പറഞ്ഞു. അങ്ങനെ പൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൂരി തീർന്നു പോയി. അവസാനം കറി മാത്രം ബാക്കിയായി. പിന്നെ കറിയാടെ വെച്ചിട്ട് വരുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തീർക്കാൻ വേണ്ടിയിട്ടൊരു ഇടിയപ്പം കൂടെ അങ്ങോട്ട് പറഞ്ഞേ. ഇത്ര ഐറ്റംസ് ആയിരുന്നു ഞാൻ ഇവിടുന്ന് കഴിച്ചത്. നല്ല ഫുഡായിരുന്നേ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ നിന്ന് പാമ്പൻ മാധവൻ റോഡിലോട്ട് പോകില്ല, നമ്മളെ തളാപ്പിലേക്ക് പോകുന്ന ആ റോഡ് കയറി കഴിഞ്ഞാൽ അവിടെ ടെന്നീസ് കോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഈ അശോക റെസ്റ്റോറൻ്റാണ്. ഇത് ഭയങ്കര പഴയൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറേ ബേക്കറിയിലെല്ലാം പപ്സ് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് വാങ്ങി കഴിച്ചാലോ എന്ന് തോന്നി. പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11 കാലാകുമ്പോഴത്തേക്ക് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീടിൻ്റെ അടുത്തൊരു വീട്ടുകൂടലുണ്ട്. മൂപ്പരാണെങ്കിൽ എന്നെ കാര്യമായിട്ട് വിളിക്കുകയും ചെയ്തിന്, നീ എന്തായാലും വരണേന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പോകണ്ടേ, നാളെയെല്ലാം കാണേണ്ട ആൾക്കാരല്ലേ അല്ലേ. അങ്ങനെ ഞാനും കറക്റ്റ് ഒരു 1:15 ആകുമ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായിട്ട് സ്പ്രേ എല്ലാം അടിച്ചിട്ട് ഇങ്ങോട്ട് പോയേ. പണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വീട്ടുകൂടലിന് പ്ലേറ്റിൽ ബിരിയാണി ഇട്ടിട്ട് ഇങ്ങനെ ഇലയിൽ തട്ടിത്തരുകയോ ചെയ്യുക. ഇപ്പം തളിക നമ്മളെ ടേബിളിൻ്റെ ഒത്ത നടുവിലാടെ വെക്കും. നമുക്ക് വേണ്ടത്ര ബിരിയാണി കോരി എടുക്കുക. ഇതുപോലത്തെ പരിപാടിക്കെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ടാക്റ്റിക്കലായിട്ടുള്ള അപ്രോച്ചാണ് കേട്ടോ എടുക്കുക. അതായത് നല്ല വയസ്സായ ആൾക്കാർ കൂടി ഇരിക്കും. അന്നേരം അവർ ഒന്നിക്കിൽ നല്ലോണം തോന്നും, അല്ലെങ്കിൽ തീരെ തോന്നൂല. അതൊരു ഗാമ്പിളാണ്. അപ്പോൾ ഇത്തവണ ഒരു ചെയർ കാലിയായിരുന്നു. ഒരാൾ സാധാരണ ചോറ് അയച്ചത്, മറ്റേ ആൾ ബിരിയാണിയാണ് കഴിച്ചതെങ്കിലും ചിക്കൻ പീസൊന്നും അങ്ങനെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കുറേ പീസെല്ലാം ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ആ ചിക്കൻ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഞാൻ വീണ്ടും ഒന്ന് കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങിയേ. എന്നിട്ടൊന്ന് മാർക്കറ്റിലും പോയി. അന്നേരം അവിടെ ഒരു അച്ചാച്ചൻ ഒരു തൈലെല്ലാം ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പ്രസംഗമെല്ലാം കേട്ടിട്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ അവിടെ നിന്ന്. ഗുണം ചെയ്യേണ്ട ഒരു ഔഷധം ആ കാശ്മീരി വെറുതെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാലൊന്നും കാര്യം മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാനില്ല. അപ്പോൾ മൂപ്പര തൈലം വിൽക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കണ്ടിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ ഒരു പ്രമുഖനായിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, നീ കണ്ണൂരുണ്ടോ? ഞാൻ പറഞ്ഞാൽ കണ്ണൂരുണ്ട്. ഏടിയുള്ള? ഞാൻ പറഞ്ഞ കാൾടെക്സിൽ. പിന്നെ ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു വീട്ടുകൂടലിന് പോയിട്ട് കഴിച്ചിട്ടാണ് വന്നതെന്ന്. അന്നേരം മൂപ്പര് അതെയാന്നാക്കി. ഞാൻ ചോദിച്ചു എന്ന്. അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായി. അതായത് മൂപ്പരൊരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് ട്രയൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂരുള്ള സ്ഥിതിക്ക് എന്നോടൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് വിളിച്ചാണ്. ഞാൻ പറഞ്ഞത് എനിക്കൊരു 1/4 മണിക്കൂറത്തെ പരിപാടി ഉണ്ട്, ഞാൻ കഴിക്കാൻ വരാമെന്ന്.
അങ്ങനെ ആ മണിക്കൂറത്തെ പരിപാടി ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയേ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൊക്കേഷനോ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അങ്ങനെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് ലേശം ചോറും പിന്നെ അയക്കൂറ പൊരിച്ചയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലേശവും ചെമ്മീൻ പൊരിച്ചയും പറഞ്ഞിട്ടുണ്ട്, ലേശവും കൂന്തലുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. അയക്കൂറ ഒന്ന് ഫുള്ളുണ്ട്, ചെമ്മീനും കൂന്തലും പകുതി പോർഷനാണ് എടുത്തത്. അപ്പോൾ ആദ്യം ചോറ് മാത്രം കുഴച്ചിട്ടും പിന്നെ ആ ചെമ്മീൻ ആ ചോറിൻ്റെ ഇടയിൽ വെച്ചിട്ടും എല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ മീൻ പൊരിച്ചെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രസം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് പിടിച്ച്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫുൾ സ്വിങ്ങിൽ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ സ്പെഷ്യൽ മസാലയിലാക്കിയിട്ടില്ല ചെമ്മീനും കൂന്തലും അയക്കൂറിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒരുമിച്ച് ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും മാറി മാറി ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടൊക്കെ ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേയിരുന്നേ. സാമ്പാർ ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുണ്ട്, ബാക്കിയെല്ലാം ഉഷാറായിരുന്നേ. അതിന് ശേഷം ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിനെ. ലൈറ്റായിട്ടൊരു സിംഗിൾ ചിക്കൻ ബിരിയാണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി. അതിനുശേഷം ഈ ചിക്കൻ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ടും കഴിച്ച് നോക്കിനെ. ചിക്കൻ ലേശം ഒന്ന് ഹാർഡേനും പിന്നെ ഫ്ലേവർ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു എരിവാണ് വായിലിങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ബിരിയാണി ലേശം ഡ്രൈ വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു ടൗണിൽ. അത് കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള സമയമായി. ഒരു 5 മണിയായപ്പോൾ ഞാൻ നേരെ നമ്മുടെ പഴയ കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറീൻ്റെ അടുത്തുള്ള തട്ടുകടയിൽ പോയിട്ട് ഒരു ചായയും പിന്നെ ഒരു പരിപ്പ് കടി ഒരു കല്ലുമ്മക്കായും കഴിച്ച്. എന്നിട്ട് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു കല്ലുമ്മക്കായ പാർസലും വാങ്ങിച്ചിന്. പിന്നെ നേരെ പോയത് കണ്ണൂർ മാർക്കറ്റിലോട്ടാണ്. അത് എൻ്റെ കയ്യിൽ കാണുന്ന ആ പൊതി കല്ലുമ്മക്കായൻ്റെ അവിടുന്ന് 2 കിലോൻ്റെ കർമൂസ് വാങ്ങിച്ച് 50 റുപ്യാണ് കർമൂസിൻ്റെ റേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് എൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് SN പാർക്കിൻ്റെ അങ്ങോട്ടായിരുന്നു. SN പാർക്ക് റോഡില്ലേ അവിടെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് അത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് വെറുതെ ഇങ്ങനെ കണ്ണൂരിലെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈറ്റായിട്ടുള്ളൊരു ചാട്ട് ഐറ്റംസ് കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്. നേരെ പോയത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബല്ലാട് റോഡിലോട്ട് കയറുമ്പോൾ ഉള്ള കോമള വിലാസ് റെസ്റ്റോറൻറ്റിലോട്ടാണ്. അവിടെ പോയിട്ട് ആടുന്ന ഒരു മസാല പൂരിയും കഴിച്ചു, പിന്നെ ഒരു രാജ് കച്ചൂരി ചാട്ടും കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു പാനിപ്പൂരി ഉണ്ട്, ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഗ്രേപ്പിൻ്റെ സിറപ്പ്, അതാണ് അതിൽ വരുന്ന മെയിൻ പാനി. അതും കൂടെ കഴിച്ചിട്ട് അതാണ് ഈ സാധനം കേട്ടോ. 3 ഐറ്റംസും അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് അതിൻ്റെ അകത്ത് രാജ് കച്ചോരി ചാട്ടും പിന്നെ മസാല പൂരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും അവിടുത്തെ ഒരു സ്പെഷ്യൽ പാനിപ്പൂരിയാണത്. അത് കഴിച്ച് കഴിഞ്ഞ് ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബല്ലാട് റോഡിലോട്ട് കയറുമ്പോൾ ഉള്ള കോമള വിലാസ് റെസ്റ്റോറൻറ്റ്, പ്യൂർ വെജാണ്. പിന്നെ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. വരുന്ന വഴിക്ക് നമ്മുടെ ചക്കരക്കൽ ടൗണിലെ ശശീന്ദ്ര ഹോട്ടലില്ലേ, അവിടെ കയറിയിട്ട് ഒരു ക്വാർട്ടർ ചിക്കൻ ഷവായ ചെസ് പീസും പിന്നെ 2 ആട്ട പൊറോട്ട കൂടെ വാങ്ങിച്ചിന്. ആട്ട പൊറോട്ടേൻ്റെ കൂടെ സാലയും തന്നിന്. അപ്പോൾ ഈ ചിക്കൻ ഷവായ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ചക്കരക്കല്ലിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ ആട്ട പൊറോട്ടയും നമ്മളെ ചിക്കൻ ഷവായും കൂടെ ചേർത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ആ സാലനിയിൽ മുക്കിയിട്ടും കഴിച്ച്. അപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ, അതായത് ശശീന്ദ്രയിൽ പോയത് ആക്ച്വലി അവിടുത്തെ ദാൽ ഫ്രൈ വാങ്ങിക്കാനായിരുന്നു. പക്ഷേ ഞാൻ പോയ ദിവസം അവിടെ ദാൽ ഫ്രൈ ഉണ്ടായിട്ടില്ലേനുവേ. അവിടുത്തെ ദാൽ ഫ്രൈ എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഞാൻ ഇടയ്ക്ക് അവിടുന്ന് ആട്ട പൊറോട്ടയും ദാൽ ഫ്രൈയിലും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം കുറേ കഴിച്ചല്ലേ, എന്നാൽ പിന്നെ ലേശവും കക്കിരിയും കൂടെ നല്ലോണം അങ്ങോട്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. രാവിലത്തെ കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. അതിനുശേഷം രാത്രി ഒരു 11:30 വീണ്ടും ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി. പിന്നെ അവലും ഓംപൊടിയും കഴിച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പം ശരി.